എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നൂരിൽ താമസിക്കുന്ന ഹരിദാസേട്ടനാണ്. നിങ്ങളോട് ഹരിദാസേട്ടനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പരപ്പനങ്ങാടിയിൽ കൃഷി ചെയ്യുന്ന നമ്മളെ പച്ചക്കറി കൃഷിയുടെ ഭാഗം 1, 2, 3 ഹരിദാസേട്ടൻ തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മളുടെ ആ 3 ഭാഗം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതുപോലെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ് നമ്മൾ പോയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഭാഗം 3 അവസാനിച്ച് പോയ സമയത്ത് നമ്മൾ പറഞ്ഞത് ഈ ഭാഗം 4 കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഈ പറഞ്ഞ പോലെ പച്ചക്കറി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, വടക്കൻ കേരളത്തിലൊക്കെ എന്താ പറയുക, അതിതീവ്രമായ മഴ തന്നെയാണ്. നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ അറിയാം, ഏക്കർ കണക്കിന് സ്ഥലം അത് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് നട്ടിട്ടുള്ള തോട്ടമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഹരിദാസേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്താ ഹരിദാസേട്ടാ, ഒന്നും പറയാനില്ല? ഞങ്ങൾക്കിവിടെ വരുമ്പോൾ വാക്കുകളൊന്നുമില്ല. അതായത് സാധാരണ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനേക്കാളും വളരെയേറെ ചെലവ് കൂടുതലാണ് ഈ പന്തൽ കൃഷിക്ക് എന്ന് നമുക്കറിയാം. അതും കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഇതിന്റെ പന്തലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വളരെ ഭംഗിയായി പന്തലിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ എന്താ ഹരിദാസേട്ടാ, ഇത് നമ്മൾ കർക്കിടം 10 കഴിഞ്ഞാല് മഴയ്ക്ക് ശക്തി കുറയും ഒരു ആശ്വാസത്തിലായിരുന്നു. ഇപ്പോഴും നേരെ തിരിച്ചായി. പിന്നെ കർക്കിടം 10 കഴിഞ്ഞ മുന്നേ നാളെ കുറച്ച് ദിവസം വെള്ളമൊക്കെ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ 10 ദിവസം പോലെ കണ്ട് വെള്ളമൊക്കെ നിന്നു. ആ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. നമ്മൾ ആ ചെടി ബൂസ്റ്റാക്കാനുള്ള വളം, മൈക്രോ ന്യൂട്രൻസും മരുന്നും എല്ലാം ചെയ്ത് ഇങ്ങോട്ടൊന്നും ബൂസ്റ്റായി വരികയായിരുന്നു. ഇന്നലെ ഇപ്പോ വെള്ളം മൂടിക്കിടക്കായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മഴ കുറഞ്ഞത് കാരണം പിന്നെ വെള്ളം കുറച്ച് കുറവായിരുന്നു. ഇന്ന് രാവിലെയും കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ കുറച്ചും കൂടി വെള്ളം കൂടിയിരിക്കുകയാണ്. ആ ഒരു വിഷമം പിടിച്ച ഒരു അവസ്ഥയിലാണ്. ഇന്ന് മാത്രം ഇതാ അന്ന് നിങ്ങൾ പറഞ്ഞ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞാൽ നമ്മള് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇപ്പൊ ഈ കൃഷി ചെയ്യുന്നത്. എനിക്കിത് മാത്രമല്ല, 2 ഫീൽഡ് വേറെ ഉണ്ട് പച്ചക്കറി. ഇപ്പോഴേ ഈ ഫീൽഡിൽ തന്നെ നമ്മളിപ്പോ ഇത് പിന്നെ പച്ചക്കറിക്ക് പന്തൽ കെട്ടലും മുള വാങ്ങിക്കലും ഒട്ടിക്കലും തൊഴിലാളികൾ ഇതും അതൊക്കെ കൂടെ ആയിട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴിതൊക്കെ ഏതോ വെള്ളത്തിന്റെ അടിയിലാവുന്ന സമയം കഴിഞ്ഞു. അത് പിന്നെ 2 അടി നമ്മള് പിന്നെ കള്ളി വെട്ടി അതിന്റെ മുകളിൽ 2 വിടയത്തില് തറ കൂട്ടി പിന്നെ ചാണകവും അതിന് വേണ്ട സമ്പുഷ്ടീകരിച്ച ഇത് എല്ലാം കൊടുത്ത്, അതിന്റെ ശേഷം പിന്നെ നമ്മൾ വളപ്പൊടിയും എണ്ണുമായി എല്ലാം ചേർത്ത് വേണ്ട വിധത്തിൽ എല്ലാ പരിചരണം കൊടുത്ത് നട്ട് ഇതാക്കി ഈ നിലയിലൊക്കെ ആയതാണ്. ഇപ്പോഴിത് ഈ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴത്തെ ഞാൻ അവിടെ വലിയ 8 HP 2 മോട്ടർ ഡീസൽ എഞ്ചിൻ മോട്ടർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വെച്ചാൽ കടൽ മാരി ഇതിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾക്ക് ഒന്നും വയ്യ. ഇതുമാതിരി അപ്പുറത്തേക്കും വരമ്പ് പൊന്തുകയാണെങ്കിൽ നമ്മൾ അവിടേക്ക് മോട്ടർ വെച്ചിട്ട് വെള്ളം മാറ്റിക്കും. അതിന് ഇനിയിപ്പോൾ എത്ര ആയിരങ്ങൾ ചിലവായാലും ശരി ഞാനത് ചെയ്യും. പക്ഷെ അതിനുള്ളൊരവസ്ഥ അല്ല. ഇതുകൊണ്ട് തെങ്ങും പറമ്പടക്കം നമ്മളിപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ഇതിന് ഇപ്പോഴും വയ്യ. സാഹചര്യം വളരെ മോശമാണ്. അതായത് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമുക്കറിയാം, ഞങ്ങൾ ഈ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ കൃഷിയുടെ ഭംഗി മാത്രമല്ല, ഇതിന്റെ ഈ പറഞ്ഞ പോലെ റിസ്ക് കൂടി നമ്മൾ ഓരോ ജനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്നലെ ഞാനിപ്പോ രാത്രി 10 മണിക്കൊക്കെ ഞാൻ ഇവിടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തായി വെള്ളം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രിയൊക്കെ വെള്ളം 1 ഇഞ്ച് കുറവായിരുന്നു. പിന്നെ ഇന്ന് രാവിലേക്ക് അതിനേക്കാളും കുറച്ചുകൂടി വെള്ളം കുറവ് വെച്ചിരുന്നു. ഇപ്പോഴത്തെ 2 ഇഞ്ച് വെള്ളം ഇന്ന് കൂടുതലാണ് രാവിലത്തിന് ശേഷം. അതായത് ഈ പറഞ്ഞ പോലെ 1 ഏക്കർ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം എത്ര രൂപ വേണം. അപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ 6 ഏക്കർ സ്ഥലത്താണ് ഈ പറഞ്ഞ പോലെ പച്ചക്കറി ഈ പറഞ്ഞ പോലെ പന്തലുമ്പോഴേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. അതും പാവലൊക്കെ ആണെങ്കിൽ കായ വിരിഞ്ഞു തുടങ്ങിയ ഒരു സ്റ്റേജാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നഷ്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഊഹിക്കാവുന്നതിനപ്പുറത്താണ്. ഈ വർഷമാണോ ഈ പറഞ്ഞ പോലെ കർക്കിടം 10 കഴിഞ്ഞിട്ടും വെള്ളം നിൽക്കുന്നത്? കർക്കിടം 10 കഴിഞ്ഞാൽ നമ്മൾ കുറെ ആദ്യം കഴിയായിരുന്നു. ഈ വർഷം പറഞ്ഞാല് എന്തോ താളം തെറ്റിയ കാലാവസ്ഥ. കാരണം മെയ് മാസത്തിലൊക്കെ തന്നെ നമ്മൾക്ക് ഇവിടെ ഏക്കർ കണക്കിന് മരച്ചിന് വെള്ളത്തില് നഷ്ടം വന്നു. വാഴ പോയി. പിന്നെ അതുപോലെ ജനുവരിയില് പിന്നെ മഴ പെയ്തു. പിന്നെ നെല്ലെല്ലാം മൂടിപ്പോയി. ഇങ്ങനെ ഒരു താളം തെറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പൊ. പണ്ട് മാതിരിയല്ല. പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഈ കാലാവസ്ഥ നമ്മളൊരു ഇത് വെച്ചിട്ട് നിശ്ചയിക്കലായിരുന്നു. പിന്നെ ഇടവം പകുതിയായ മഴ പെയ്യുന്നു. പിന്നെ വൃശ്ചികം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മഴ കഴിഞ്ഞിരുന്നു. കർക്കിടം 10 കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മഴന്റെ ശക്തി കുറഞ്ഞിരുന്നു. തുലാമാസം ആയാലും ചെറിയൊരു കാലവർഷം ഉണ്ടാവും എന്നൊക്കെ ഒരു കണക്കൂട്ടിൽ നമുക്കുണ്ട്. പക്ഷെ ഇപ്പൊ ആ കാലാവസ്ഥ മറ്റൊക്കെ തെറ്റി ജനറേഷൻ മുന്നോട്ട് മാറി തന്നെ ഈ കാലാവസ്ഥയിൽ തന്നെ മാറിയതായിട്ടാണ് ഇപ്പൊ നമുക്ക് കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നത്.
ഈ കൃഷിയൊന്നും ഇപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇതിൽ പറഞ്ഞാല് എളുപ്പമല്ല. കാരണം വെച്ചാല് ഈ മറ്റൊരു കാര്യത്തില്ല, ഈ കർഷകരെ ബോധനൊന്നും പിന്നെ നമ്മൾക്ക് എവിടെ എത്തിക്കാൻ കഴിയില്ല. കാരണം വെച്ചാല് മൊത്തത്തിൽ ഒരു 90% കർഷകരും താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്. അവരുടെ ശബ്ദമൊന്നും നമ്മള് മറ്റേതിലൊക്കെ ഭംഗിയിൽ കാണും, ഇന്ന മാതിരി എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇതൊക്കെ ഒരിക്കലും മറ്റേ ഇതിൽ നമ്മൾക്ക് വേണ്ട പോലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾക്ക് കിട്ടുന്നില്ല കർഷകർക്ക്. മറ്റേതൊരു തൊഴിൽ മേഖലയിലേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മളെ നാട്ടിലെ കർഷകരെ തന്നെയാണ്. അതായത് തനി കർഷകർ മാത്രമായിട്ട് മറ്റു ബിസിനസ്സോ മറ്റൊന്നും ചെയ്യാതെ മുഴുവൻ സമയവും കർഷകനായിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പോലെ നമ്മളൊരു പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ഈ മേഖലയിൽ നിർത്തിയില്ലെങ്കിൽ കർഷകർക്ക് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കാര്യമായി ബാധിച്ചുകൊണ്ട് തന്നെ ഇതിപ്പോ എത്ര നാൾ ഈ പറഞ്ഞ പോലെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ വേറൊക്കെ എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ തന്നെയാണ് കുറച്ചൊരു ക്ഷീണമുണ്ട്. പക്ഷെ ഇനി കൊണ്ട് വെള്ളം ഇറങ്ങി പോയാലും ഞാനിത് എങ്ങനെ രക്ഷപ്പെടുത്തും? നമ്മൾക്ക് ഇത് ഈ നിലയിൽ നിന്ന് വെള്ളം ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ ഒരു 90% ഞാൻ ഈ കൃഷിയെ രക്ഷപ്പെടുത്തും. ആ ഭാഗങ്ങളിൽ കുറച്ച് താഴെ സ്ഥലങ്ങളിലുള്ള കൃഷി ഇപ്പോഴും തറ വെള്ളത്തിന്റെ അടിയിലുണ്ട്. അത് നമ്മൾക്കൊരു പ്രതീക്ഷ കുറവുള്ളൂ. ഇതൊക്കെ നമ്മൾക്ക് ഇനി വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇത് രക്ഷപ്പെടുത്തിയെടുക്കും. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹരിദാസേട്ടൻ കൃഷിയിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ അറിവുള്ളവരോട് ചോദിച്ച് എല്ലാം ചോദിച്ചറിഞ്ഞ് പഠിച്ച് കൃഷി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം മാത്രമാണ് നമ്മളുടെ കൈകളിൽ ഇല്ലാത്തൊരു കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ 4ാം ഭാഗം വിളവെടുപ്പുമായി എത്തണമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ വെള്ളം കയറി നിൽക്കുന്നത് നമ്മളുടെ ചാനലിലുള്ളവരും അതും കൂടി കണ്ട് ഈ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കൂടി കണ്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ നാട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറുനാട്ടിൽ നിന്നുള്ള പച്ചക്കറിയേക്കാളും എന്തുകൊണ്ടും കൂടുതൽ വില കൊടുത്തുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ മാത്രമേ നമ്മളുടെ ഈ മേഖലയിലുള്ള കർഷകരെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുഴുവൻ സമയവും കർഷകരാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹരിദാസേട്ടനെ പോലെയുള്ള കുറേയേറെ കർഷകർ. അപ്പൊ ഇവരെന്തായാലും ഈ മേഖലയിൽ പിടിച്ചു നിന്നാൽ മാത്രമേ നമ്മളെ കേരളത്തിൽ നമുക്ക് ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളതിന് യാതൊരുവിധ സംശയവും ഇല്ല. അതൊന്ന് നോക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ 1ാം ഭാഗവും 2ാം ഭാഗവും ഒക്കെ കണ്ട സമയത്ത് നമുക്ക് വളരെയേറെ ഒരു സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. പക്ഷെ അതൊക്കെ തീരുന്നുണ്ട്. അത് വൈറസും ഇതൊക്കെ മാറി ഇത് കൺമുമ്പിൽ കാണുമ്പോൾ നമ്മൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ കൃഷി എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ കൃഷി കാണാൻ എല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ പന്തലുപണിയും കഴിഞ്ഞു അല്ലേ ഹരിദാസേട്ടാ? എല്ലാ പന്തലുപണിയും കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയാണ് നമ്മളെ വല്ലാതെ ചതിച്ചു കളഞ്ഞത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തളരില്ല. ഇനിയും അവസാന ഘട്ടം വരെ നമ്മൾ പൊരുതും എന്ന് പറഞ്ഞ പോലെ ഇനി ഈ പറഞ്ഞ പോലെ വെള്ളം എങ്ങനെ ഇതിൽ നിന്നും കളയാമെന്നുള്ളതാണ്. ഇവിടെ പരമ്പൊന്ന് ചെറുതായിട്ട് പൊന്തിയാല് നമ്മൾ മോട്ടർ വെച്ചിട്ട് നമുക്കിത് എന്തെങ്കിലും കനാലോ അങ്ങനെ എന്തെങ്കിലും തോട്ടിലേക്കോ എന്തെങ്കിലും വെള്ളം ഇത് നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഉള്ള കനാലിന്റെ 2 ഭാഗത്തും തെങ്ങ് വെച്ച് അതിന്റെ വേര് ഭാഗത്തേക്ക് ഇറങ്ങി തോട് അവർക്ക് അളക്കാണ്ടെയും കാട് വെട്ടിയിട്ടും അത് തൂർന്നു കിടക്കുകയാണ്. ഇല്ലെങ്കിൽ കുറെ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നു. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അതെ, ആണിച്ചാലുണ്ട് അങ്ങോട്ടേക്കില്ല. ആണിച്ചാൽ ഇപ്പൊ തൂർന്നു കിടക്കുകയാണ്. ഞാൻ തൊഴിലാളികളെ വെച്ചപ്പോ ഇന്നലെയും നന്നാക്കി, ഇത് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നന്നാക്കി, 2 തവണ ഈ വർഷം നന്നാക്കി. പലതവണ ഞാൻ ഇത് തോട് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. അത് എന്തെങ്കിലും JCBയോ അങ്ങനെ യന്ത്ര സഹായത്തോടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചിട്ട് അതൊന്നുകൂടി വീതി കൂട്ടിയിട്ട് അതാണ് തുറന്നു വിട്ടാൽ ഈ വെള്ളം കൊണ്ട് പോയി ഒഴിവായി കിട്ടും. അത് പ്രത്യേക പരിഗണന നമ്മൾ ഇതിന് കൃഷിയിലോട് കൊടുക്കാത്തതാണ് ഇതിന്റെ പ്രശ്നം. ഈ വെള്ളം ഉണ്ടല്ലോ പുഴയെന്ന് കെട്ടി തുക്കിയതല്ല, ഇത് മഴ പെയ്ത വെള്ളമാണ്. ഒഴുകി പോകാനുള്ള വാണിച്ചാല് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ വെള്ളക്കെട്ടുള്ളത്. ഇതിൽ മാത്രമല്ലേ മൊത്തം ഈ പാടത്തുള്ള പ്രശ്നങ്ങളാണ്. ഈ പാടത്തും അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ മൊത്തം ഇതിലുള്ള പ്രശ്നമാണ്. ഏകദേശം ഒരു 200-300 ഏക്കർ കൃഷി ഈ ആണിച്ചാല് നന്നാല് രക്ഷപ്പെടുത്തിയിരിക്കാൻ പറ്റും. ഈ മഴവെള്ളം പോകണമെന്നുണ്ടെങ്കിൽ അത് പോകാനുള്ള സംവിധാനം ഉണ്ടായാൽ നമ്മൾക്ക് ഈ കൃഷി ലാഭത്തോടെ വിളവെടുക്കാൻ കഴിയും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ പുറം നാടിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ഈ കേരള ജനത നമ്മൾ ജീവിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ നാട്ടിലുള്ള കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അപ്പൊ എല്ലാ ദിവസത്തെയും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കാറ്. അതിലൊന്നും വേറിട്ടിട്ട് നമുക്കിന്നൊരു വളരെ സങ്കടപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഇനി ഈ പറഞ്ഞ പോലെ വെള്ളം ഇറങ്ങി നല്ല ഒരു സന്തോഷമായ മുഖത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് ഹരിദാസേട്ടനെ കാണാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച ഹരിദാസേട്ടനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ട് നമ്മളെ ഈ കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെടുത്ത ഓരോരുത്തരുടെയും തീരുമാനത്തോട് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും വേറെ ഒരു വീഡിയോയുമായി കാണാം.